നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. നാരദീയ മഹാപുരാണം പൂർവഭാഗം, ഒന്നാം പാദം, എട്ടാമത്തെ അധ്യായം, ഗംഗാ മഹാത്മ്യ വർണ്ണനം. ഔർവന്റെ ആശ്രമത്തിൽ ബാഹുവിന്റെ രണ്ടു ഭാര്യമാരാണ് ഭക്തിയോടെ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞിരുന്നത്. പകുതി വർഷം കഴിഞ്ഞപ്പോഴേക്കും ജ്യേഷ്ഠയായ രാജ്ഞിക്ക് ഇളയവളുടെ സൗഭാഗ്യത്തിൽ അസൂയ തോന്നാൻ തുടങ്ങി. ഗർഭിണിയായ ഇളയവൾക്ക് അവൾ വിഷം കൊടുത്തു. മുനിയുടെ ശക്തി കൊണ്ട് അത് ഫലിച്ചില്ല. തറ മെഴുകിയിടുക തുടങ്ങിയ പ്രവൃത്തികൾ അവൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നു. വീണ്ടും 3 മാസം കൂടി കഴിഞ്ഞപ്പോൾ നല്ല സമയത്ത് അവൾ വിഷത്തോടുകൂടി കുട്ടിയെ പ്രസവിച്ചു. നല്ല സംസർഗം എന്തു നന്മയാണ് ഉണ്ടാകാത്തത്? മഹാന്മാരെ പരിചരിക്കുന്നത് കൊണ്ട് അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന പാപവും മറ്റുള്ളവർ ചെയ്യിക്കുന്ന പാപവും ഇല്ലാതാകുന്നു. സത്സംഗം കൊണ്ട് ജഡനും പൂജ്യനാകുന്നു. ഒരു കല മാത്രമേ ഉള്ളൂവെങ്കിലും ശിവൻ ചന്ദ്രന്റെ ശിരസിൽ അണിയുന്നു. ശിവൻ ചന്ദ്രനെ ശിരസിൽ അണിയുന്നു. മഹത്വത്തിന്റെ ഗുണങ്ങൾ ആർക്കാണ് പറയാനാവുക? 3 മാസം വയറ്റിൽ കിടന്ന വിഷം ഒട്ടും വളരാതെ നശിക്കുകയാണ് ചെയ്തത്. ഗരത്തോടെ, അതായത് വിഷത്തോടെ ജനിച്ചതുകൊണ്ട് കുട്ടിക്ക് മുനി സകരൻ എന്നു പേരിട്ടു. അമ്മ മകനെ സന്തോഷത്തോടെ വളർത്തി. ചൗളം, ഉപനയനം തുടങ്ങിയവ മുനി നടത്തി. രാജാവിന് വേണ്ട ശാസ്ത്രങ്ങളും പഠിപ്പിച്ചു. യൗവനത്തിലേക്ക് കടന്ന ബാലൻ സമർത്ഥനാണെന്ന് മനസ്സിലാക്കി മന്ത്രങ്ങളും ശാസ്ത്രങ്ങളും അസ്ത്രങ്ങളും എല്ലാം പഠിപ്പിച്ചു. ഔർവനാണ് സകരനെ എല്ലാം പഠിപ്പിച്ചത്. ധർമ്മജ്ഞനായ സകരൻ മുനിക്ക് യാഗത്തിന് വേണ്ട സംയുത് കുശാദികളും പൂക്കളുമെല്ലാം കൊണ്ടുവന്നു കൊടുത്തു. സകരൻ ഒരു ദിവസം തൊടുകൈയോടെ അമ്മയോട് ചോദിച്ചു, എൻ്റെ അച്ഛൻ എവിടെ പോയി? പേരെന്താണ്? ഏതു വംശത്തിലാണ് പിറന്നത്? ഇതെല്ലാം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഭൂമുഖത്ത് അച്ഛനില്ലാതെ വളരുന്നവൻ മരിച്ചതിന് തുല്യനാണ്. ദരിദ്രനാണെങ്കിലും അച്ഛനുള്ള ആൾ ധനവാനാണ്. അച്ഛനും അമ്മയും ഇല്ലാത്തവർക്ക് ഒരിക്കലും സുഖമുണ്ടാകില്ല. മൂർഖനെ പോലെ അയാൾ എല്ലായിടത്തും നിന്ദിക്കപ്പെടും. അച്ഛനും അമ്മയും ഇല്ലാത്തവന്റെയും അജ്ഞന്റെയും അവിവേകിയുടെയും പുത്രനില്ലാത്തവന്റെയും കടക്കാരന്റെയും ജന്മം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ചന്ദ്രനില്ലാത്ത രാത്രി പോലെയും താമരപ്പൂവില്ലാത്ത പൊയ്ക പോലെയും പതിയില്ലാത്ത നാരിയെപ്പോലെയുമാണ് അച്ഛനില്ലാത്ത കുട്ടി. ധർമ്മമില്ലാത്ത ജീവി, കർമ്മമില്ലാത്ത ഗൃഹസ്ഥൻ, പശുവില്ലാത്ത വൈശ്യൻ, പിതാവില്ലാത്ത കുട്ടി എല്ലാം ഒന്നു തന്നെ. സത്യമല്ലാത്ത വാക്കുകൾ, സാധുക്കളില്ലാത്ത സഭ, ദയയില്ലാത്ത തപസ്, മരമില്ലാത്ത വനം, ജലമില്ലാത്ത നദി, വേഗതയില്ലാത്ത കുതിര, പിതാവില്ലാത്ത കുട്ടി എന്നിവയെ ഒരുപോലെ കണക്കാക്കണം. യാചിക്കുന്നവന് ലോകത്ത് വിലയില്ലാത്തതുപോലെ അച്ഛനില്ലാത്ത മകൻ പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. മകന്റെ വാക്കുകേട്ട് വിശ്വസിച്ചിട്ട് അവൾ നടന്ന സംഭവമെല്ലാം മകനോട് പറഞ്ഞു. ഇത് കേട്ട് കോപിച്ച സകരൻ ശത്രുക്കളെ ഉന്മൂലനാശം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തു. അമ്മയെയും മുനിയെയും പ്രദക്ഷിണം ചെയ്ത് മുനിയുടെ അനുവാദത്തോടെ അപ്പോൾ തന്നെ പുറപ്പെട്ടു. ഔർവാശ്രമത്തിൽ നിന്ന് തന്റെ കുലാചാര്യനായ വസിഷ്ഠന്റെ അടുത്തെത്തി കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ ധരിപ്പിച്ചു. ഐന്ദ്രം, വാരുണം, ബ്രാഹ്മം, ആഗ്നേയം എന്നീ വിശിഷ്ടായുധങ്ങളും വാളും വജ്രസമാനമായ വില്ലും വസിഷ്ഠനിൽ നിന്നും നേടി. ഗുരുവിനെ നമസ്കരിച്ച് അനുഗ്രഹവും വാങ്ങി പുറപ്പെട്ടു. ഒറ്റ അസ്ത്രം കൊണ്ട് തന്നെ പുത്രപൗത്രന്മാരോടൊപ്പം ശത്രുക്കളെ സ്വർഗത്തിൽ എത്തിച്ചു. സകരന്റെ ധനുസിൽ നിന്നും പുറപ്പെടുന്ന ബാണങ്ങളുടെ ചൂടേറ്റ് ചിലർ മരിച്ചു. ചിലരാകട്ടെ ഓടി രക്ഷപ്പെട്ടു. ചിലർ മുടിയഴിഞ്ഞ് ചിതൽപുറ്റിൽ നിന്നും, ചിലർ പുല്ലു നിന്ന് ജീവിച്ചു. നഗ്നരായി ചിലർ വെള്ളത്തിൽ ഒളിച്ചു. ശകന്മാരും യവനന്മാരും ജീവൻ രക്ഷിക്കാനായി വസിഷ്ഠനെ ശരണം പ്രാപിച്ചു. ശത്രുക്കളെ മുഴുവൻ കീഴടക്കി കഴിഞ്ഞപ്പോൾ ചിലർ ആശ്രമത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു എന്ന് ചാരന്മാരിൽ നിന്ന് അറിഞ്ഞ് ആചാര്യന്റെ അടുത്തു വന്ന് വസിഷ്ഠൻ ആഗ്രഹിച്ച് തന്നെ ശരണം പ്രാപിച്ചവരെ രക്ഷിക്കാനും തന്റെ ശിഷ്യന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനുമാണ്. ശകന്മാരെ തലമുണ്ടനം ചെയ്തു. യവനന്മാരുടെ മുടി നീട്ടി വളർത്തി, താടി വളർത്തി. വസിഷ്ഠമുനി തന്റെ ശത്രുക്കളെ മരിച്ചതിന് തുല്യരാക്കി നിർത്തിയിരിക്കുന്നത് കണ്ട് ചിരിച്ചുകൊണ്ട് സകരൻ പറഞ്ഞു, ഗുരു, ഈ ദുഷ്ടന്മാരെ രക്ഷിക്കാൻ അങ്ങ് ശ്രമിക്കുന്നത് വെറുതെയാണ്. എൻ്റെ അച്ഛനെ കൊന്ന ഇവരെ ഞാൻ തീർച്ചയായും കൊല്ലും. ധർമ്മത്തിന് എതിര് നിൽക്കുന്നവരെ വെറുതെ വിടുന്നതാണ് നാശത്തിന് വഴിവെക്കുന്നത്. മതിച്ച ദുഷ്ടന്മാർ ലോകത്തെ മുഴുവൻ നശിപ്പിക്കും. ബലമില്ലാതായി കഴിഞ്ഞാൽ അവർ സാധുക്കളായി തീരും. വീണ്ടും പ്രബലന്മാരായി വരുന്നതുവരെ അവർ കാപട്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ശത്രുക്കളുടെ ദാസഭാവം, വേശ്യകളുടെ സൗഹൃദം, സർപ്പങ്ങളുടെ സാധുഭാവം എന്നിവയൊന്നും തനിക്ക് ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവൻ വിശ്വസിക്കില്ല. ദിവസവും നേരെ നോക്കി ചിരിക്കുന്ന പല്ലുകൊണ്ട് തന്നെ കാര്യം നടന്നു കഴിയുമ്പോൾ അവർ ഇളിച്ചു കാട്ടും. നാവുകൊണ്ട് ചീത്ത വാക്കുകൾ പറയും. തൻ്റെ മുമ്പിൽ നമസ്കരിക്കുന്ന ദുഷ്ടനെയും കാപട്യങ്ങൾ കാണിക്കുന്ന മിത്രത്തെയും ദുഷ്ടയായ ഭാര്യയെയും വിശ്വസിച്ചാൽ മരണം തീർച്ചയാണ്.
ഗോവിന്റെ രൂപം സ്വീകരിച്ച ഈ പുലികളെ രക്ഷിക്കരുത്. ഇവരെ കൊന്നിട്ട് വേണം എനിക്ക് അങ്ങയുടെ അനുഗ്രഹത്തോടെ രാജ്യം ഭരിക്കാൻ. സന്തുഷ്ടനായ വസിഷ്ഠൻ സഗരനെ കൈക്കൊണ്ട് പിടിച്ച് ഇങ്ങനെ പറഞ്ഞു: ശരി, അങ്ങ് പറഞ്ഞതൊക്കെ സത്യമാണ്. എന്നാലും ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. നിന്നെ ധിക്കരിക്കുന്ന ഇവരെ ഞാൻ നേരത്തെ തന്നെ കൊന്നിരിക്കുന്നു. മരിച്ചവരെ വീണ്ടും കൊന്നിട്ട് എന്ത് കീർത്തി നേടാനാണ്? ജന്തുക്കളെല്ലാം കർമ്മവാശം കൊണ്ട് ബന്ധിതരാണ്. സ്വന്തം കർമ്മദോഷം കൊണ്ട് മരിച്ചവരെ അങ്ങ് എന്തിനു കൊല്ലണം? പാപത്തിൽ നിന്നുണ്ടായ ശരീരം പാപം കൊണ്ട് തന്നെ ഇല്ലാതായി. ആത്മാവിന് നാശമില്ല എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. സ്വന്തം പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാൻ വേണ്ടിയാണ് ജനിക്കുന്നത്. കർമ്മങ്ങളാകട്ടെ ദൈവത്തെ ആശ്രയിച്ചുണ്ടാകുന്നു. ഈ ലോകം മുഴുവൻ ദൈവത്തിന് അധീനമാണ്. ഈ ദൈവം തന്നെയാണ് ദുഷ്ടന്മാരെ ശിക്ഷിക്കുന്നതും ശിഷ്ടന്മാരെ രക്ഷിക്കുന്നതും. അസ്വതന്ത്രരായ മനുഷ്യർക്ക് ഇവിടെ എന്ത് ചെയ്യാൻ കഴിയും? പാപത്തിൽ നിന്നുണ്ടായ ശരീരം പാപം കൊണ്ട് തന്നെ നിലനിൽക്കുമ്പോൾ കൊല്ലാൻ ശ്രമിച്ചിട്ട് എന്താണ് പ്രയോജനം? ആത്മാവ് ശുദ്ധമാണെങ്കിലും ദേഹത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദേഹിയാകുന്നു. പാപങ്ങളുടെ കാരണമായ ദേഹത്തെ ഇല്ലാതാക്കുന്നത് കൊണ്ട് അങ്ങേക്ക് ഒട്ടും യശസ് കിട്ടാനില്ല എന്ന് മനസ്സിലാക്കി അവരെ കൊല്ലാതിരുന്നാലും. മുനിയുടെ വാക്കുകൾ ശ്രദ്ധിച്ച സകരൻ കോപമടക്കി മഹർഷിമാർ സകരനെ അഭിനന്ദിച്ചു. വസിഷ്ഠ മഹർഷി യഥാവിധി രാജ്യാഭിഷേകവും നടത്തി. ഔർവൻ മനത്തിൽ നിന്നും വന്ന് അഭിഷിക്തനായ രാജാവിനോട് സംസാരിച്ച് തിരിച്ചുപോയി. സകരപത്നിമാരിൽ രണ്ടുപേർ ഒരിക്കൽ ഔർവനോട് തങ്ങൾക്ക് പുത്രന്മാരുണ്ടാകണം എന്ന് അപേക്ഷിച്ചു. കുറഞ്ഞൊന്ന് ആലോചിച്ചിട്ട് കേശിനിയോടും സുമതിയോടുമായി ഔർവൻ സന്തോഷത്തോടെ പറഞ്ഞു: ഒരാൾക്ക് വംശം നിലനിർത്താൻ ഒരു മകനും മറ്റൊരാൾക്ക് 60,000 പേരെയും ലഭിക്കും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്വീകരിക്കാം. കേശിനിക്ക് അസമഞ്ജസൻ എന്നൊരു മകനും സുമതിക്ക് 60,000 മക്കളും പിറന്നു. ഉന്മാദം പിടിപ്പെട്ടവനെ പോലെ അസമഞ്ജസൻ പെരുമാറുന്നത് കണ്ട് സകരപുത്രന്മാരെല്ലാം ദുഃഖിച്ചു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്നത് കണ്ട് സകരൻ കുട്ടിയുടെ പ്രവൃത്തികളെക്കുറിച്ച് വിമർശിക്കാൻ തുടങ്ങി. ദുഷ്ടജനങ്ങളുമായുള്ള സംസർഗം അതീവ കഷ്ടം തന്നെയാണ്. ഇരുമ്പുമായി യോജിക്കുമ്പോഴാണല്ലോ അഗ്നിക്ക് കൊല്ലന്റെ അടി ഏൽക്കേണ്ടി വരുന്നത്. അസമഞ്ജസന് അംശുമാൻ എന്നൊരു മകനുണ്ടായി. അയാൾ ശാസ്ത്രജ്ഞനും ഗുണവാനും മുത്തച്ഛന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നവനുമായിരുന്നു. സകരപുത്രന്മാരെല്ലാം ചീത്ത പ്രവൃത്തികൾ ചെയ്ത് ലോകത്തിന് ഉപദ്രവകാരികളായി. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അവർ എന്നും തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ബ്രാഹ്മണർ അഗ്നിയിൽ അർപ്പിക്കുന്ന ഹോമദ്രവ്യങ്ങൾ ദേവന്മാർക്ക് കൊടുക്കാതെ എടുത്തു തിന്നുക. ദേവലോകത്തു നിന്ന് അപ്സര സ്ത്രീകളെ മുടി പിടിച്ചു വലിച്ചു കൊണ്ടുവരിക. പാരിജാത പുഷ്പങ്ങൾ കൊണ്ടുവന്ന് ശരീരത്തിൽ അണിയുക. മദ്യപാനം ചെയ്യുക എന്നിവയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. നല്ല പെരുമാറ്റം, സദാചാരം എന്നിവയൊന്നും ഇല്ലാതായി. നൃത്തങ്ങളെ പോലും ആക്രമിക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് ദുഃഖാർത്തരായ ദേവന്മാർ ഇവരുടെ നാശത്തിന് എന്താണ് വഴി എന്ന് ആലോചിച്ചു. അവർ വേഷം മാറി പാതാളത്തിൽ തപസ് ചെയ്യുന്ന കപില മഹർഷിയുടെ അടുത്ത് ചെന്നു. തന്നിൽ ലയിച്ച് തപസ് ചെയ്യുന്ന മഹർഷിയെ സ്തുതിച്ചു. സാങ്കേയോഗ തൽപരനായ മനുഷ്യരൂപമെടുത്ത വിഷ്ണുവായ ലോകാനുഗ്രഹ തൽപരനായ ധർമ്മപരിപാലകനായ വീതരാഗനായ അങ്ങേക്ക് നമസ്കാരം. സാഗരന്മാരാൽ പീഡിതരായ ഞങ്ങളെ രക്ഷിച്ചാലും. കപിലൻ പറഞ്ഞു: ഞങ്ങളുടെ യശസ്, ബലം, തപസ്, ധനം, ആയുസ് എന്നിവ നഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നത്. നിരപരാധികളെ ഉപദ്രവിക്കുന്നവർ എന്നും പാപം അനുഭവിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയാലും. മനസാ വാച കർമ്മണ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർക്ക് ദൈവം തന്നെ പ്രതിഫലം കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കുറച്ച് ദിവസങ്ങളിലുള്ളിൽ തന്നെ ഈ സകരപുത്രന്മാർ ഇല്ലാതാകും. ഇത് കേട്ട് സന്തുഷ്ടരായ ദേവന്മാർ മഹർഷിയെ വണങ്ങി ദേവലോകത്തേക്ക് തിരിച്ചുപോയി. ഇതിനിടയിൽ സകരൻ വസിഷ്ഠന്റെ അനുവാദത്തോടെ ഒരു അശ്വമേധം നടത്താൻ ആരംഭിച്ചു. അതിലെ കുതിരയെ ദേവന്മാർ അപഹരിച്ച് പാതാളത്തിൽ കപില മഹർഷിയുടെ അടുത്തെത്തിച്ചു. ഇന്ദ്രൻ അശരീരിയായി വന്ന് അപഹരിച്ച അശ്വത്തെ തേടി സകരപുത്രന്മാർ എല്ലാ ലോകങ്ങളിലും സഞ്ചരിച്ചു. പാതാളത്തിലേക്ക് പോകാനായി അവർ ഓരോരുത്തരും ഒരു യോജന വീതം ഭൂമി കുഴിച്ചു. മണ്ണ് അരികിൽ കൂട്ടിയിട്ട് അവർ പാതാളത്തിലെത്തി. തപസ് ചെയ്യുന്ന കപില മഹർഷിയുടെ അടുത്ത് കുതിര നിൽക്കുന്നത് അവർ കണ്ടു. പിടിക്കുക, അടിക്കുക, കൊല്ല എന്നിങ്ങനെ ഉറക്കെ പറഞ്ഞുകൊണ്ട് അവർ മഹർഷിയെ ഉപദ്രവിക്കാൻ തുടങ്ങി. അശ്വത്തെ അപഹരിച്ചിട്ട് കൊക്കിനെ പോലെ ധ്യാനിക്കുന്നത് കണ്ടില്ലേ എന്ന് പരിഹസിച്ച് ഇന്ദ്രിയമടക്കി തപസ് ചെയ്യുകയായിരുന്നുവെങ്കിലും പുറത്തു നടക്കുന്നത് മഹർഷി അറിയുന്നുണ്ടായിരുന്നു. മരണമടുത്തെത്തിയ അവർ അദ്ദേഹത്തെ കാലുകൊണ്ട് ചവിട്ടി കയ്യിൽ പിടിച്ചു വലിച്ചു. സമാധിയിൽ നിന്നുണർന്ന കപിലൻ അവരോട് പറഞ്ഞു: ഐശ്വര്യം കൊണ്ട് മതിച്ചവർക്കും വിശക്കുന്നവർക്കും കാമികൾക്കും അഹങ്കാരികൾക്കും വിവേകമുണ്ടാകില്ല. നിധിയുടെ ഇരിപ്പിടമായതുകൊണ്ടാണ് ഭൂമി പ്രകാശിക്കുന്നത്. അതെടുത്ത് ഭക്ഷിച്ചിട്ട് മനുഷ്യർ ജ്വലിക്കുന്നതിൽ എന്താണ് അത്ഭുതം? നല്ല മനുഷ്യരെ ദുഷ്ടന്മാർ ഉപദ്രവിക്കുന്നു എന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല.
നദികളുടെ തീരത്ത് വളരുന്ന വൃക്ഷങ്ങൾ തന്നെയാണല്ലോ ഒഴുക്കിനെ തടയുന്നത്. വൃക്ഷങ്ങളെ വീഴ്ത്തുന്നത് നദിയുടെ വേഗത തന്നെയാണല്ലോ. യൗവനം, സമ്പത്ത്, വിദ്യ എന്നിവ ഉള്ളിടത്ത് തന്നെയാണ് ദാരിദ്ര്യവും വാർദ്ധക്യവും മൂർഖതയും ഉണ്ടാകുന്നത്. സ്വർണത്തിന്റെ മഹത്വം പറഞ്ഞാൽ ആർക്ക് സ്വർണത്തിന്റെ മഹത്വം പറയാൻ ആർക്ക് കഴിയും? പേരിന്റെ സാമ്യം കൊണ്ട് ദത്തുരവും അഹങ്കരിക്കുന്നുണ്ടല്ലോ. ദുഷ്ടന് ധനമുണ്ടായാൽ അത് ലോകനാശത്തിന് കാരണമാകും. കാറ്റ് അഗ്നിക്ക് കൂട്ടാകുന്നത് പോലെ, പാമ്പിന് വിഷം പോലെ ധനം കൊണ്ട് അഹങ്കരിക്കുന്നവൻ കണ്ടാലും കാണില്ല. അഥവാ കാണുന്നുവെങ്കിൽ തനിക്ക് അനുകൂലമായി മാത്രമേ കാണൂ. ഇത്രയും പറഞ്ഞിട്ട് ക്രുദ്ധനായ കപിലൻ തന്റെ കണ്ണുകളിൽ നിന്നും അഗ്നി പുറപ്പെടുവിച്ചു. ആ അഗ്നി സകരപുത്രന്മാരെ മുഴുവൻ ചാമ്പലാക്കി. കണ്ണിൽ നിന്നും പടർന്ന അഗ്നി കണ്ട പാതാള നിവാസികൾ പ്രളയം വരുന്നുവെന്ന് വിചാരിച്ച് ഉറക്കം നിലവിളിച്ചു. ആ അഗ്നിക്കിരയായ പാതാളവാസികളെല്ലാം സമുദ്രത്തിൽ ലയിച്ചു. ശത്രുക്കളുടെ കോപം താങ്ങാനാവില്ലല്ലോ. യാഗം നടത്തിക്കൊണ്ടിരുന്ന സകരന്റെ അടുത്തു വന്ന് ദേവദൂതന്മാർ നടന്ന കാര്യങ്ങളെല്ലാം അറിയിച്ചു. ദൈവമാണ് അവരെ ശിക്ഷിച്ചത് എന്ന് മാത്രമാണ് സകരൻ മറുപടി പറഞ്ഞത്. അമ്മയോ അച്ഛനോ സഹോദരനോ മകനോ ആയാലും തെറ്റ് ചെയ്യുന്നവൻ ശത്രു തന്നെയാണ്. അധർമ്മനിരതനായി ലോകോപദ്രവം ചെയ്യുന്നവൻ ശത്രുവാണെന്നത് ശാസ്ത്രനിശ്ചയമാണ്. പുത്രനാശത്തിൽ സകരൻ തീരെ ദുഃഖിച്ചില്ല. ദുഷ്ടന്മാരില്ലാതാകുന്നതാണല്ലോ ശത്രുക്കൾക്ക് ഉത്സാഹമുണ്ടാക്കുന്നത്. പുത്രന്മാരില്ലാത്തവർക്ക് യാഗം ചെയ്യാൻ അധികാരമില്ല എന്നതുകൊണ്ട് സകരൻ അംശുമാനെ പുത്രനായി സ്വീകരിച്ചു. അശ്വത്തെ തിരിച്ചു കൊണ്ടുവരാനായി നിയോഗിക്കുകയും ചെയ്തു. സകരപുത്രന്മാരുണ്ടാക്കിയ വഴിയിലൂടെ ചെന്ന് കപില മഹർഷിയെ സാഷ്ടാംഗം നമസ്കരിച്ച് അംശുമാൻ ഇങ്ങനെ പറഞ്ഞു: എന്റെ പിതാക്കൾ ചെയ്ത കൊള്ളരുതായ്മകൾ അങ്ങ് ക്ഷമിക്കണം. പരോപകാര തൽപരരായ സജ്ജനങ്ങൾക്ക് ക്ഷമ സാധുക്കൾ ദുഷ്ടന്മാരോട് പോലും ക്ഷമിക്കുന്നവരാണ്. ചന്ദ്രൻ ചണ്ഡാലഗ്രഹത്തിൽ നിന്ന് തന്റെ കിരണങ്ങളെ പിൻവലിക്കാറില്ലല്ലോ. സജ്ജനങ്ങൾ തങ്ങളെ ഉപദ്രവിക്കുന്നവരോടും നല്ലത് മാത്രമേ ചെയ്യാറുള്ളൂ. ചന്ദ്രനെ ദേവന്മാർ ഭക്ഷിക്കുന്നുണ്ടെങ്കിലും അവരോട് സന്തുഷ്ടനായി തന്നെ നിൽക്കുന്നു. മുറിവേറ്റ ചന്ദനം സുഗന്ധം പരത്തി എല്ലാവരെയും സൂചിപ്പിക്കുന്നു. ക്ഷമയും തപസ്സും ആചാരമര്യാദകളും കൊണ്ട് ലോക സംരക്ഷണത്തിനു വേണ്ടി ഉണ്ടായിട്ടുള്ളവരാണല്ലോ മഹർഷിമാർ. അങ്ങനെയുള്ള ബ്രഹ്മധ്യാനപരനായ അങ്ങയ്ക്ക് നമസ്കാരം. സ്തുതി കേട്ട് പ്രസന്നവദനായ മുനി താൻ പ്രസാദിച്ചിരിക്കുന്നതിനാൽ എന്തു വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളാൻ പറഞ്ഞു. തന്റെ പിതാക്കൾക്ക് ബ്രഹ്മലോകം കൊടുക്കണമെന്നാണ് അംശുമാൻ ആവശ്യപ്പെട്ടത്. ഗംഗയെ ഇവിടെ കൊണ്ടുവന്ന് അങ്ങയുടെ പൗത്രൻ അത് ചെയ്തുകൊള്ളും എന്നായിരുന്നു മുനിയുടെ മറുപടി. കുതിരയെ കൊണ്ടുപോയി പിതാമഹൻ സമർപ്പിച്ച് യാഗം പൂർണ്ണമാക്കാനും ഉപദേശിച്ചു. സകരൻ അശ്വത്തെ കൊണ്ട് യാഗം പൂർണ്ണമാക്കി വിഷ്ണുഭക്തനായി ജീവിച്ച് സ്വർഗം പൂകി. അംശുമാന് ദിലീപൻ എന്ന പുത്രൻ ജനിച്ചു. ദിലീപന്റെ മകനായി ഭഗീരഥനും. ഭഗീരഥനാണ് സ്വർഗത്തിൽ നിന്ന് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ഭഗീരന്റെ തപസ്സുകൊണ്ട് പ്രീതനായ ബ്രഹ്മാവ് ഗംഗയെ ഭഗീരഥന് കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ അവളെ ഏറ്റുവാങ്ങുന്നതിനുള്ള സാമർഥ്യം ആർക്കാണെന്ന് ചിന്തിച്ചു. വീണ്ടും തപസ് ചെയ്ത്